ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ളൊരു പലഹാരമാണ്. കുട്ടികളൊക്കെ സ്നാക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു പലഹാരം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ 1 കപ്പ് അളവിൽ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വലിയ ശർക്കര ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം 1 കപ്പ് അളവിൽ എടുത്താൽ മതിയാവും. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുകിക്കഴിഞ്ഞാൽ ഇതൊരല്പം തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് അളവിൽ റവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും ചേർത്ത് ഒരു നുള്ള് ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു അപ്പം സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു അപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി കൂടെ ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരല്പം തണുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം. നമ്മൾ കലക്കി എടുക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് തിക്കായിട്ടുള്ള പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് കുറച്ചൊന്ന് ലൂസായിട്ടുള്ളൊരു പരുവത്തിലൊന്ന് ആക്കിയെടുക്കണം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വെള്ളം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് കുറച്ചുകൂടെ കട്ടിയായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വീണ്ടും ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ടുള്ള പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് തവി വെച്ചിട്ട് കോരി ഒഴിക്കാൻ പാകത്തിനുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട്. അതായത് നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ വേണം ഈ മാവൊന്ന് കലക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ബൗളാണ് എടുത്തിട്ടുള്ളത്. ഈ ബൗളിൽ എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെയുള്ള 7 ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിൽ പകുതിയോളം വരത്തക്ക രീതിയിൽ നമുക്ക് മാവൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ 7 ബൗളിൽ മാവൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് ചിരകിയ തേങ്ങ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ച് വെച്ചിട്ടുള്ള ബൗൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് 20 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് തുറന്നതിന് ശേഷം ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ കത്തിയോ ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ മാവ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഈ ഒരു ബൗളിൽ നിന്നൊന്ന് ഇളക്കി മാറ്റാം. നല്ലതുപോലെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ബൗളിൽ നിന്ന് താനേ വിട്ടു വന്നോളും. അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇളക്കി എടുക്കാനും പറ്റും. ഇപ്പം ഞാൻ എല്ലാ അപ്പവും ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നല്ല പഞ്ഞി പോലെയുള്ള ആവിയിൽ വേവിച്ച അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം ഗോതമ്പ് മാവ് വെച്ചിട്ട് എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതൊരു താങ്ക് യു, ബൈ.